വഴുതനങ്ങ എന്നറിയപ്പെടുന്ന വഴുതന ദൈനംദിന ഭക്ഷണത്തിന്റെ ഭാഗമാകാൻ കഴിയുന്ന പച്ചക്കറികളിൽ ഒന്നാണ്. കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും മിതമായ സ്രോതസ്സാണ് വഴുതന. കൂടാതെ പോഷക മൂല്യം വൈവിധ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. പോഷക സമൃദ്ധവും ഔഷധ ഗുണങ്ങളോട് കൂടിയതുമായ വഴുതന പാവങ്ങളുടെ തക്കാളി എന്നാണ് അറിയപ്പെടുന്നത്. വിവിധ കാർഷിക കാലാവസ്ഥാ പ്രദേശങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു വൈവിധ്യമാർന്ന വിളയാണ് വഴുതന. വർഷം മുഴുവൻ ഉൽപ്പാദിപ്പിക്കാം. ഇന്ത്യയിൽ വഴുതന മൊത്തം പച്ചക്കറി വിസ്തൃതിയുടെ 8.14% ഉൾക്കൊള്ളുന്നു. മൊത്തം പച്ചക്കറി ഉൽപാദനത്തിന്റെ 9% ഉൽപ്പാദിപ്പിക്കുന്നു. മണ്ണും കാലാവസ്ഥാ ആവശ്യകതകളും ഇളം മണൽ മണ്ണ്, സമൃദ്ധമായ ഏക്കൽ മണ്ണ്, കളിമണ്ണ് കലർന്ന മണ്ണ്, ചെളി നിറഞ്ഞ ഏക്കൽ മണ്ണ് തുടങ്ങിയ എല്ലാ മണ്ണിലും വഴുതന കൃഷി ചെയ്യാം. ശൈത്യകാലത്തും വേനൽക്കാലത്തും വഴുതന കൃഷി ചെയ്യാം. ശീതകാല വിള എന്ന നിലയിൽ ജൂൺ മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ വഴുതന വിതയ്ക്കുന്നതാണ് നല്ലത്. ഒരു വേനൽക്കാല വിള എന്ന നിലയിൽ ഡിസംബറിലും ജനുവരി മാസത്തിനും ഇടയിൽ വഴുതന വിതയ്ക്കുന്നതാണ് നല്ലത്. വിത്ത് പാകിയാണ് വഴുതന തൈകൾ മുളപ്പിക്കുക. മൂപ്പെത്തിയ കായ്കൾ പറിച്ചെടുത്ത് അതിലെ വിത്ത് ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കുക. വിത്തുകൾ തീരെ ചെറുതാണ്. വിത്ത് ശേഖരിക്കാൻ ഒരു എളുപ്പ പണിയുണ്ട്. മൂത്ത കായ്കൾ എടുത്ത് നടുവേ മുറിക്കുക. ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വിത്തുള്ള ഭാഗം അതിലിടുക. നന്നായി കഴുകി അവശിഷ്ടങ്ങളെല്ലാം പെറുക്കി കളഞ്ഞ് ഒരു അരിപ്പ ഉപയോഗിച്ച് വെള്ളം കളയുക. വിത്തുകൾ ഉണക്കി സൂക്ഷിക്കുക. വിത്തുകൾ പാകുന്ന വിധം മെയ് ജൂൺ മാസമാണ് വഴുതന കൃഷിക്ക് ഏറ്റവും ഉചിതവും. പാകേണ്ട വിത്തുകൾ എടുക്കുക. ഒരുപാട് എടുക്കേണ്ട. നമുക്കൊരു 10 വഴുതന നടാൻ ആണെങ്കിൽ ഒരു 50-60 വിത്തുകൾ എടുക്കാം. വിതയ്ക്കുന്ന വിത്തുകൾ എല്ലാം മുളച്ചു എന്ന് വരില്ല. വളർന്നു വരുന്നവയിൽ തന്നെ ആരോഗ്യമുള്ളവ മാത്രം എടുക്കുക. ടെറസിലോ ഗ്രോ ബാഗ്, ചെടിച്ചട്ടി അല്ലെങ്കിൽ തറയിൽ വിരിച്ച മണ്ണിലോ വിത്ത് വിതയ്ക്കാം. വിത്തുകൾ നടുന്നതിന് മുമ്പ് കുറച്ചു നേരം വെള്ളത്തിൽ ലായനിയിൽ മുക്കി വെക്കുന്നത് നല്ലതാണ്. ഒരു വെള്ളത്തുണിയിൽ വിത്തുകൾ കെട്ടി മുക്കി വെക്കാം. വിത്തുകൾ പാകുമ്പോൾ അധികം ആഴത്തിൽ പോകാതെ ശ്രദ്ധിക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കയ്യിലെടുത്ത് കുടഞ്ഞു കൊടുക്കുക. വിത്ത് മുളച്ച് 4-5 ഇലകൾ അല്ലെങ്കിൽ വഴുതന തൈകൾ 10 സെന്റിമീറ്റർ ഉയരം വന്നാൽ ഇളക്കി മാറ്റി നടാം. ആരോഗ്യമുള്ളവ മാത്രം എടുക്കുക. വേര് പോകാതെ വളരെ സൂക്ഷിച്ച് ഇളക്കിയെടുക്കാം. വൈകുന്നേരമാണ് നടാൻ ഏറ്റവും നല്ല സമയം. ടെറസ് കൃഷിയെങ്കിൽ ഗ്രോ ബാഗ്, പ്ലാസ്റ്റിക് ചാക്ക് ഇവ ഉപയോഗിക്കാം. മണ്ണും കമ്പോസ്റ്റും ചാണകപ്പൊടിയും കലർത്തിയ നടീൽ മിശ്രിതം ഉപയോഗിക്കാം. നടുമ്പോൾ വേറെ വളം ഒന്നും ചേർക്കണ്ട. അടിവളമായി വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയ്ക്ക് കൊടുക്കാം. ചെടി വളരുന്നതനുസരിച്ച് ജൈവവളം ഇട്ട് കൊടുക്കാം. ലായനി 2 ആഴ്ച കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. സാധാരണ വിത്ത് പാകിയാണ് എല്ലാവരും മുളപ്പിക്കാറ്. മൂത്തുപഴുത്ത കായയിലെ വിത്ത് സൂക്ഷിച്ചു വെച്ച് നടാനായി ഉപയോഗിക്കാറുണ്ട്. പോഷക സമ്പന്നവും ഔഷധ ഗുണമുള്ള വഴുതന കരൾ രോഗങ്ങൾക്ക് ഉത്തമം. ഹൃദയപേശികൾക്ക് ശക്തി പകരുന്നതിനും നല്ലതാണ്. ഹൃദ്രോഗത്തിനെതിരെ പൊരുതാനും വഴുതനയ്ക്ക് കഴിയും.